ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദാ വന്നിരിക്കുന്നു നിങ്ങളുടെ മകൻ. ദേ ഇവിടെ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. വിളിച്ചോണ്ട് പൊയ്ക്കോ. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആരാ? നിങ്ങളാരാ? ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ആളാ. പേര് രമണൻ പിള്ള. എനിക്ക് പറയാനുള്ളത് കാര്യസ്ഥനോടല്ല. ചുമതലപ്പെട്ടവരെ വിളിക്ക്. എനിക്ക് സംസാരിക്കാനുള്ളത് അവരോടാ. പിള്ളേ, അവിടെ ആരാ? വന്നത് മഹേന്ദ്രൻ. മാണിക്കോത്ത് മഹേന്ദ്രൻ. ഫിനാൻസ് ഉണ്ട്. ഇന്റർനാഷണൽ ബിസിനസ് രംഗത്തെ മാഗ്നറ്റ് എന്നോ ഓഹരി വിപണിയിലെ തിമിംഗലമെന്നോ എന്ത് വേണമെങ്കിലും എന്നെ വിശേഷിപ്പിക്കാം. ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആ, ഞാൻ ആരാണെന്നും എന്താണെന്നും നിങ്ങൾ അറിയാൻ. എന്റെ ബിസിനസിന്റെ വലിപ്പം ഈ കേരളവും ഇന്ത്യയും ഒന്നുമല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. അതെ, നിങ്ങൾ ആരാണെന്നും എന്താണെന്നും അറിയാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. വന്ന കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോകാം. മാണിക്കോത്ത് മഹേന്ദ്രനെ കുറച്ച് കാണണ്ട. എന്റെ കമ്പനിയിലെ ഒരു ദിവസത്തെ ടേൺ ഓവർ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? കോടീശ്വരനാ ഞാൻ, കോടീശ്വരൻ. ആ എന്റെ മകനെയാ നിങ്ങൾ ഇവിടെ അടിമപ്പണി ചെയ്യിക്കുന്നത്. ഓ, ശിവന്റെ അച്ഛനാണോ? അല്ല, എന്റെ മകനാണ് ശിവൻ. അവൻ അങ്ങനെ അറിയപ്പെട്ടാ മതി. അതെന്തു ആയിക്കോട്ടെ. നിങ്ങൾ എത്ര കൊമ്പത്തെ ആളായാലും സത്യഭാമയ്ക്ക് അതൊരു പ്രശ്നമൊന്നുമല്ല. ഞാൻ ഇവിടെ നിങ്ങളുടെ മകനൊരു ജോലി കൊടുത്തു. അത് അവൻ ആവശ്യപ്പെട്ടിട്ടാ. ജോലി ചെയ്യുന്നതനുസരിച്ച് ഞാൻ അവന് ശമ്പളവും കൊടുക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അവന്റെ കുടുംബ മഹിമയോ അച്ഛന്റെ പണത്തിന്റെ അളവോ ഞാനിവിടെ ചോദിച്ചതുമില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. ഓ, അപ്പൊ മഹേന്ദ്ര മുതലാളി സത്യഭാമയ്ക്ക് വിലയിടാൻ വന്നിരിക്കുക. ചുമ്മാതല്ല സ്വന്തം മകൻ അച്ഛന്റെ ചൊൽപ്പടിക്ക് നിൽക്കാതെ നാടി തോറും അലയുന്നത്. ഇതല്ലേ പ്രകൃതം? ദേ, എന്റെ വീട്ടിൽ വന്നതുകൊണ്ടാ ഞാൻ ഇത്രയും മര്യാദ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ സത്യഭാമയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിഞ്ഞേനെ. ദാ വന്നിരിക്കുന്നു നിങ്ങളുടെ മകൻ. ദേ ഇവിടെ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. വിളിച്ചോണ്ട് പൊയ്ക്കോ. ശിവ, നീ ഇപ്പോ എന്റെ കൂടെ വരണം. എനിക്കിവിടെ ഏറ്റെടുത്ത ഉത്തരവാദിത്തപ്പെട്ട കുറെ ജോലിയുണ്ട്. ഒരു ഗുണ്ടയായിട്ട് ജീവിക്കാനല്ല ഞാൻ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത്. പണപ്പിരിവാകുമ്പോ അടിയിടിയൊക്കെ സ്വാഭാവികം. തല്ലാൻ വരുന്നവനെ മുട്ട് വിറയ്ക്കാതെ നിന്ന് അടിക്കാനും തിരിച്ചടിക്കാനാവാത്ത വിധം തളർത്തി കിടത്താനും അഭ്യാസമുറയുടെ ബാലപാഠങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്റെ അച്ഛൻ തന്നെയാണ്. എടാ, അത് പക്ഷേ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി തെരുവ് പട്ടിയെ പോലെ നടറോടി കിടന്ന് പേ പിടിച്ച് ചാകാൻ വേണ്ടിട്ടല്ല.
ചാകാതിരിക്കാനുള്ള തന്ത്രങ്ങളും നേരത്തെ പഠിപ്പിച്ചു കൂട്ടത്തി ഞാനങ്ങ് പഠിച്ചെന്ന് കൂട്ടിക്കോ. കുറുക്കന്റെ ബുദ്ധിയുള്ള അച്ഛന്റെ മകനല്ലേ, ആ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. അപ്പോ നീ ഇവിടം വിട്ട് വരില്ല, അത്രയ്ക്കങ്ങ് ഈ കുടുംബവുമായിട്ട് ഒട്ടിച്ചേർന്നു പോയി അല്ലേ? ഇവിടെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു അച്ഛനുണ്ട്. അദ്ദേഹത്തിന്റെ കാണാതായ മകന്റെ സ്ഥാനത്താണ് അദ്ദേഹം ഇപ്പൊ എന്നെ കാണുന്നത്. പെട്ടെന്ന് ഇതെല്ലാം അവസാനിപ്പിച്ചു വരാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എടാ, നിന്നെ ഇത്രത്തോളം പ്രാപ്തനാക്കിയ ഈ അച്ഛന്റെ സുഖവിവരവും നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മയുടെ സുഖവിവരവും അല്ല നിനക്കിപ്പോ പ്രധാനം അല്ലേ? ഇനിയും ഉണ്ടടാ നീ കാരണം വേദനിക്കുന്ന മറ്റൊരാള്, ഡെയ്സി. എടാ, അവൾക്ക് നീ ഏത് രീതിയിൽ ആശ്വാസ വാക്കുകൾ കൊടുത്ത് സമാധാനിപ്പിക്കാൻ പോകുന്നത്? അവളുടെ അച്ഛൻ യോഹന്നാനെ നീ അപായപ്പെടുത്താൻ നോക്കിയതിന്റെ പേരിൽ അയാൾ ഇപ്പൊ ചാകാൻ കിടക്കുക. എടാ, അതിന് നീ എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാൻ പോകുന്നത്? എന്റെ ഇഷ്ടത്തിനും ഞാൻ വരയ്ക്കുന്ന ലക്ഷ്മണരേഖയ്ക്കും കുറുകെയാണ് ശിവ നീ നടക്കാൻ പോകുന്നതെങ്കിൽ, 2ാം വയസ്സിൽ പിച്ച വെച്ച് നടക്കാൻ നിന്റെ ഈ കുഞ്ഞിക്കാലുകൾക്ക് ബലം നൽകി ഒപ്പം നടന്ന എനിക്ക് നിന്റെ ഇപ്പോഴത്തെ ഈ ഓട്ടപ്പാച്ചിലിന് തടയിടാനും അതേ കാലുകൾക്ക് കൂച്ചുവലം കിട്ട് വീടിനകത്ത് തളച്ചിടാനും അറിയാഞ്ഞിട്ടല്ലടാ. അത് നീ എന്നെ കൊണ്ട് എടുപ്പിച്ച് ഒരച്ഛൻ അത് ചെയ്യാമോ എന്ന് പറയിപ്പിക്കരുത് നമ്മുടെ ഈ നാട്ടുകാരെ കൊണ്ട്. അളമുട്ടിയാൽ ചേരയും കടിക്കൂന്ന് പറയുന്നത് പോലെ ചിലപ്പോ ഈ അച്ഛൻ അതങ്ങ് ചെയ്തു പോവും അഭിമാനം ഓർത്ത്. ഒരു കളക്ടറെയും കളക്ടറിന്റെ കുടുംബത്തിനെയും കണ്ടപ്പോ സ്വന്തം വീടിനെയും വീട്ടുകാരെയും സ്നേഹിച്ച പെണ്ണിനെയും വരെ തള്ളി പറഞ്ഞ നിന്നെ ഞാൻ ഇനിയും മകനെ എന്ന് തികച്ച് വിളിക്കണോടാ? ദേ, അങ്ങനെ വിളിക്കണോന്നുണ്ടെങ്കിൽ മാണിക്കോത്ത് എന്ന വീട്ടുപേര് നിന്റെ പേരിന്റെ കൂടെ ചേർത്ത് പറയണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോ ഈ നിമിഷം നീ എന്റെ കൂടെ വരണം. ഏറ്റെടുത്ത കുറെ ഉത്തരവാദിത്തങ്ങൾ എനിക്കിവിടെ ഉണ്ടച്ചാ, അത് തീർത്തിട്ടേ ഞാൻ വരൂ. എടാ, പെറ്റമ്മയുടെ കണ്ണുനീരിനും ചങ്ക് പറിച്ചെറിയുന്ന നിലയിലുള്ള അച്ഛന്റെ വേദനയ്ക്കും മേലെ നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതിന് എന്റെ ഭാഷയിൽ പറയുന്ന പേര് താൻ തോന്നി തരാമെന്ന. അതിന് എനിക്ക് പറയാൻ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ: നിന്നെ ഞാൻ എന്നേക്കുമായിട്ട് എഴുതി തള്ളുന്നു. വിളിച്ചു വരരുത് ഇനി അച്ഛാന്നും പറഞ്ഞു പിന്നാലെ. ഒരിക്കൽ ഈ ഒരു വാക്ക് നിന്റെ നാവിൽ നിന്നും കേൾക്കാൻ ദിവസങ്ങളോളം നിന്റെ കുഞ്ഞു ചുണ്ടുകൾ ചലിക്കുന്നത് നോക്കി നിന്നിട്ടുള്ള നിന്റെ ഈ അച്ഛൻ തന്നെയാടാ പറയുന്നത്. ഇനി നീ എന്നെ ആ വാക്ക് വിളിക്കരുത്. ഞാൻ നിന്നെ ഇവിടെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു പോവുക. എന്നെ അനുസരിക്കാത്ത ഒരു മകനെ എനിക്ക് വേണ്ടടാ.